കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. യെസ്, അപ്പോൾ ഇന്ന് മറ്റൊരു റിപ്പോർട്ടിലൂടെ പോവാം. ശബരിമലയിൽ ഇന്ന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ്. ഡിസംബർ 6 മുൻനിർത്തിയാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പമ്പ മുതൽ സന്നിധാനം വരെയാണ് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബൈനോക്കുലർ മോണിറ്ററിംഗിന് പുറമെ 17-അംഗ കമാൻഡോ ടീമിന്റെ നിയന്ത്രണത്തിലാകും സന്നിധാനവും പരിസരവും. സോപാനത്ത് കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ സുരക്ഷയ്ക്കായി വിന്യസിച്ചു. എല്ലാം നിയന്ത്രണ വിധേയമാണ്. നമ്മൾ കുറച്ച് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നിരീക്ഷണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഭക്തജനങ്ങൾക്ക് നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അവരുടെ സുഗമമായ ദർശനം നടത്താൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ എക്സസൈസ് ചെയ്തേക്കുന്നത്. പോലീസുകാരുടെ ഡ്യൂട്ടി സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നിലവിൽ 9,000 പോലീസുകാരാണ് ഡ്യൂട്ടിയിലുള്ളത്. പമ്പ മുതൽ സന്നിധാനം വരെ വിവിധ സ്ഥലങ്ങളിലായി ബോംബ് സ്ക്വാഡിന്റെയും ഫയർഫോഴ്സിന്റെയും പ്രത്യേക പരിശോധന ഉണ്ടാകും. ശബരിമലയിലെ ജീവനക്കാരുടെ തിരിച്ചറിയൽ രേഖകൾ കർശനമായി ധരിക്കണമെന്ന് നിർദ്ദേശം നൽകി. സന്നിധാനം മുതൽ മാളികപ്പുറം വരെ ഭക്തർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിവിധ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ സന്നിധാനത്തും പരിസര പ്രദേശത്തും റൂട്ട് മാർച്ച് നടത്തി. ഇതിനു പുറമെ ഡ്രോൺ പരിശോധനയും നടക്കും. 24 സന്നിധാനം.